ആൻഡ്രോയിഡ് ഫോൺസിലുള്ളതിനൊക്കെ തന്നെ നമുക്ക് ഐഫോണിലും ഒരു ഡെവലപ്പർ മോഡ് ഉണ്ട്. ഈ ഒരു ഡെവലപ്പർ മോഡ് ഇനേബിൾ ചെയ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഐഫോണിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡെവലപ്പർ മോഡ് എങ്ങനെ ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്ന ഒരു ആപ്പിൾ ജെനുവിൻ കേബിൾ വേണം. രണ്ടാമത്തെ ഒരു ഐമാക്കോ അല്ലെങ്കിൽ ഒരു മാക്ബുക്കോ വേണം നിങ്ങൾക്ക് ഒരു ഫീച്ചർ നിങ്ങളുടെ ഐഫോണിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഐഫോണിൽ ഡെവലപ്പർ മോഡ് എവിടെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കറൻറ്റ് ആക്ടിവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങളുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കിട്ടുന്നതായിരിക്കും. ഇത് സെലക്ട് ചെയ്ത് നേരെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ്. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ടി വി പ്രൊവൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ തൊട്ട് താഴെ ചിലപ്പോൾ നമുക്ക് ഡെവലപ്പർ മോഡ് കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ മോഡ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മാക്കിൽ നമ്മുടെ ഈ ഒരു ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡെവലപ്പർ മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ മാക്ബുക്കുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലൂടെ മാക്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ മാക്ബുക്കിൻ്റെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മാക്ബുക്കായിട്ട് നമ്മുടെ ഫോൺ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണിക്കുന്നത് എലോ ആക്സസറി ടു കണക്ട് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് എലോ കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരു ഡെവലപ്പർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മാക്കിൻ്റെ ആപ്പ് സ്റ്റോർ എടുക്കുക. ആപ്പ് സ്റ്റോർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എക്സ് കോഡ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യം തന്നെ ഒരു ആപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ് കോഡ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏത് ആപ്പിൾ ഡിവൈസിന് വേണ്ടി നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്പിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു ക്യാഷ് ഫയലായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫയൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 7.6 GB ആണ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഫയൽ സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ മുകളിലത്തുള്ള ടൂൾ ബാറിൽ പോയിട്ട് വിൻഡോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഡിവൈസ് ആൻഡ് സിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ടു യൂസ് Malluapplepro ഫോർ ഡെവലപ്മെൻറ്റ് ഇനേബിൾ ഡെവലപ്പർ മോഡ് ഇൻ സെറ്റിംഗ്സ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ച കണക്കാണ് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ മോഡ് ഇനേബിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഇവിടെ വേണ്ട ഇഫ് യു ആർ ഡെവലപ്പിംഗ് ആപ്സ് ഫോർ ആപ്പിൾ പ്രോഡക്ട്സ് ഡെവലപ്പർ മോഡ് അലൗസ് യു ടു യൂസ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ആപ്പ് ഡെവലപ്മെൻറ്റ് വെൻ ഡെവലപ്മെൻറ്റ് മോഡ് ഈസ് ടേൺഡ് ഓൺ യുവർ ഡിവൈസ് സെക്യൂരിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടും റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓഫായിട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാക്കിൻ്റെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിവൈസ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഡിസ്കണക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ആ ഡെവലപ്പർ മോഡിൻ്റെ ഡേറ്റാസും കാര്യങ്ങളും ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ആവുന്നതുകൊണ്ടാണ് ഇത് പിന്നീട് റീസ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ആവുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് അൺലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അൺലോക്ക് ആവുന്നതോടെ ഇവിടെ കണ്ടിട്ട് നമ്മുടെ പിന്നീട് ഒരു ടേൺ ഓൺ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ഫോണിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടും ടേൺ ഓൺ ഡെവലപ്പർ മോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ടേൺ ഓൺ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡും കൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഡെവലപ്പർ മോഡ് ഇനേബിൾ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഐഫോണിൽ ഈ ഒരു ഡെവലപ്പർ മോഡ് ഇനേബിൾ ആയോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കിട്ടുന്നത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലല്ല നമ്മൾ പോകേണ്ടത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നേരെ നമ്മൾ ഈ ഒരു ഡെവലപ്പർ മോഡ് ഇനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള ടോഗിൾ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഡെവലപ്പർ മോഡിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് കാണാനായിട്ട് പിന്നീട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടി വി പ്രൊവൈഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്പർ മോഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡെവലപ്പർ മോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഐഫോണിൻ്റെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ റിവ്യൂ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഒരുപാട് ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സി യു.